ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നമ്മൾ തന്നെ കുഴിച്ചിട്ട ഒരു വാഴ കൊലച്ചു അതിൻ്റെ കായ് പഴുത്തിട്ടുണ്ട്. ഇന്നത് കൊത്തണം. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചാൽ ഒരു വളമിടാണ്ട് നമ്മളിവിടെയുള്ള പച്ചിലി അതും ഇതെല്ലാം വാരിയിട്ടിട്ട് കുഴിച്ചിട്ട വാഴയാണ്. അപ്പോൾ നല്ല കൊലയുണ്ട്. അത് നിങ്ങളിന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതാണ് ആ കൊല. അത് കുറച്ചെല്ലാം കിളി തിന്നുപോയി. ക്ലിയർ ആകുന്നുണ്ടോയെന്നുള്ള അറിയില്ല. ഞാൻ കൊത്തിയിട്ട് കാണിച്ചു തരാം. ഈ കൊല പഴുത്തിട്ടുണ്ട്, അത് കിളി തിന്നിട്ടുണ്ട്. അതിനെ ഇപ്പോൾ കൊത്തണം. ഇത് നല്ല നീളമുള്ള വാഴയാണ്. അതിപ്പോൾ കൊത്തുന്ന ഫോട്ടോ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, കൊത്തിയിട്ട് കാണിച്ചു തരാം. ഇത് ഭയങ്കര നീളമായതുകൊണ്ട് ഒരാൾ പിടിക്കുകയെല്ലാം പോകണം. അത്രയും ഇങ്ങനെ ചാഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ വീണാൽ അപ്പം പൊട്ടി ഇതായി പോകും. അതുകൊണ്ട് ഞാൻ കൊത്തി കഴിഞ്ഞിട്ട് കൊല കാണിച്ചു തരാം. കൊത്തി മുറിച്ച് അതിൻ്റെ കാമ്പെല്ലാം നമ്മൾ പൊളിച്ച് തേച്ചും പൊളിച്ചിട്ടില്ല. ഇത് പകുതിയുടെ വെച്ചിട്ടുള്ളത്. അത് കാമ്പ് പൊടിപ്പൊണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പൊടിഞ്ഞില മാത്രമേ കൊത്തിയിട്ടുള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബാക്കിയും കൊത്തിയെടുക്കും. ഇതാണ് കൊല. നമ്മളെ ഒരു വളവിടാണ്ട് ഉള്ള ആ ഒരു കൊലയാണിത്. നല്ല പൂവമ്പഴം. ഇതാണ് ഈ വാഴേൻ്റെ കാമ്പ്. പിന്നെ ഇത് കുറച്ച് പോളയോടെ തന്നെ ഇങ്ങനെ പൊളിച്ച് വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്കെല്ലാം വറവിന് നല്ല ഈ കൊല വണ്ണുള്ളതുകൊണ്ട് കാമ്പും നല്ല വണ്ണമുണ്ട്. ഇപ്പം ഇത് ഞാൻ കുറച്ചൊരു പോളയോടെ വെച്ചിരുന്നു. ഇതെന്ന് വെച്ചാൽ കേടായി പോകാണ്ടിരിക്കും. എന്നാൽ ഈ പോള പിന്നെ ഇങ്ങനെ നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുറിച്ച് അത്രമാത്രം പൊളിച്ചിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പൊളിച്ച് ഇതൊന്നും ആയിപ്പോവില്ല. കുറച്ച് ദിവസത്തേക്ക് 2-3-4 ദിവസത്തേക്കൊന്നും ഒന്നും ആയിപ്പോവില്ല. അതുകൊണ്ട് ഇങ്ങനെ 2 പോള വെച്ചിട്ട് പൊളിച്ച് വെക്കുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ വേഗം ഇതിൻ്റെ പുറത്തെല്ലാം ചേറുമാവും, പിന്നെ കറുപ്പ് കുത്തെല്ലാം വരും. ഈ പോളയുള്ളതുകൊണ്ട് ഒരു 2 ദിവസത്തേക്ക് നമുക്ക് മുറിച്ചിട്ട് വറവെടുക്കാം, ഉപ്പേരിയാക്കുക, കാമ്പ് പെരക്ക് പച്ചടി ഇതെല്ലാം ആക്കാൻ നല്ലതാണ്. നമ്മൾ അധികവും പീടികയിൽ വാങ്ങാണ്ട് ഇങ്ങനെ വീടുകളിലുള്ള സാധനം തന്നെയാണ് വെച്ച് കറിയെല്ലാം വെക്കൽ. ഇത് പിന്നെ ഒന്നാമത് വെറും ജൈവവളം മാത്രം. ഇത് കുഴിച്ചിടുമ്പോൾ കുറച്ച് ചപ്പും പിന്നെ വെണ്ണീരും വളവും പിന്നെ കോഴി വളവും എല്ലാം ഇട്ടിട്ട് കുഴിച്ചിട്ട വാഴയാണ്. പിന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ കൊലയിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ വാഴക്കാകുമ്പോൾ ഒരു ചിലവും ഇല്ല. പിന്നെ നമ്മളെപ്പോഴെങ്കിലും കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കും. പിന്നെ കുറേ കന്നെല്ലാകുമ്പോൾ അത് പൊരിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് വെക്കും. അങ്ങനെ ഇത് അതുകൊണ്ട് നമ്മൾ നേന്ത്രവായെല്ലാം കുഴിച്ചിടുമ്പോൾ എത്ര അതിന് പണിയുണ്ട്. തുറക്കണം, വെള്ളം കോരണം, ഇതിനൊന്നുമില്ല. വേനൽക്കാലം അഥവാ കുറച്ച് വെള്ളം ഇപ്പം കോരുന്നുണ്ടോ നല്ല തന്നെ. വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള എന്തെങ്കിലും കോരുമ്പോഴല്ലോ ഇതിനും കുറച്ച് വെള്ളം. പക്ഷേങ്കിൽ ഒന്നും കോരിയില്ലെങ്കിലും എല്ലാം നല്ല കൊല തന്നെ കിട്ടുന്നത്. മഴക്കാലം കൊലച്ചുകൊണ്ട് ഇപ്പോൾ നല്ല കൊലയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എനിക്ക് ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക.